ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 13ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നേരിട്ട് കറണ്ട് അഫയേഴ്സ് എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ഏത് സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു മിനി ഉപഗ്രഹമാണ് വിക്കോസാറ്റ്-1? എവിടുത്തെയാണ്? തമിഴ്നാട്. തമിഴ്നാട്ടിലെ വിദ്യാർത്ഥികൾ വികസിപ്പിച്ചെടുത്ത ഒരു മിനി ഉപഗ്രഹമാണ് വിക്കോസാറ്റ്-1. അടുത്ത ക്വസ്റ്റ്യൻ: വിക്കോസാറ്റ്-1 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? എന്താണ് പ്രധാന ലക്ഷ്യം? പ്രാദേശിക കർഷകരെ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനും ഫംഗസ് ബീജകോശങ്ങൾ കണ്ടെത്തുക എന്നതുമാണ് ലക്ഷ്യം. എന്തൊക്കെയാണ് ലക്ഷ്യം? ഇതൊക്കെ ഓപ്ഷൻ ടൈപ്പിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്തായിരുന്നു ലക്ഷ്യം? എന്താണ്? പ്രാദേശിക കർഷകരെ അവരുടെ വിളകൾ സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനും ഫംഗസ് ബീജകോശങ്ങൾ കണ്ടെത്തുക എന്നതുമായിരുന്നു എന്തിൻ്റെ ലക്ഷ്യം? വിക്കോസാറ്റ്-1 ഉപഗ്രഹത്തിന്റെ പ്രധാന ലക്ഷ്യം. അടുത്ത ക്വസ്റ്റ്യൻ: ആരോഗ്യരംഗത്ത് AI-യുടെ സുരക്ഷിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംരംഭം ഏതാണ് ആ സംരംഭം? SAHI, സഹി ആൻഡ് ബോധ്, BODH. അപ്പോൾ സഹി ആൻഡ് ബോധ് ആണ് ആരോഗ്യരംഗത്ത് AI-യുടെ സുരക്ഷിത ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആരംഭിച്ച സംരംഭം. അടുത്ത ക്വസ്റ്റ്യൻ: സഹി ആൻഡ് ബോധ് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? IIT കാൺപൂർ. IIT കാൺപൂരാണ് സഹി ആൻഡ് ബോധ് വികസിപ്പിച്ചത് ഏത് സ്ഥാപനമാണ്? IIT കാൺപൂരാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സഹി ആൻഡ് ബോധ് സംരംഭങ്ങളുടെ നോഡൽ മന്ത്രാലയം ഏതാണ്? ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിയാണ്. ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ മിനിസ്ട്രിയാണ് സഹി ആൻഡ് ബോധ് സംരംഭങ്ങളുടെ നോഡൽ മന്ത്രാലയം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: സഹി ആൻഡ് ബോധ് സംരംഭങ്ങളുടെ നോഡൽ മന്ത്രാലയം ഏതാണ് നോഡൽ മന്ത്രാലയം എന്ന് പറയുന്നത്? ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ആ സംസ്ഥാനം? ത്രിപുരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ച സംസ്ഥാനം. അടുത്ത ക്വസ്റ്റ്യൻ: സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ്? ഇന്നൊവേഷൻ മിഷൻ, അടൽ ഇന്നൊവേഷൻ മിഷൻ എന്ന സ്ഥാപനത്തിന്റെ കീഴിലാണ്. അപ്പോൾ സംസ്ഥാന ഇന്നൊവേഷൻ മിഷൻ ആരംഭിച്ചത് ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ്? അടൽ ഇന്നൊവേഷൻ മിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ: അടൽ ഇന്നൊവേഷൻ മിഷൻ ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? അറിയാമോ? ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ്? നീതി ആയോഗ്. അടൽ ഇന്നൊവേഷൻ മിഷൻ ഏത് സ്ഥാപനത്തിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്? നീതി ആയോഗ്. അടുത്ത ക്വസ്റ്റ്യൻ: ത്രിപുരയുടെ നിലവിലെ മുഖ്യമന്ത്രി ആരാണ്? നമ്മുടെ ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി പ്രൊഫസർ മണിക് സാഹയാണ് ത്രിപുരയിലെ നിലവിലെ മുഖ്യമന്ത്രി. ഇനി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് വൈസ് ചെയർമാൻ? സുമൻ ബെറിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ: ആഗോള സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരസഭ ഏതാണ്? വർക്കല. അപ്പോൾ വർക്കലയാണ് ആഗോള സീറോ വേസ്റ്റ് സിറ്റി. എന്താണ്? ആഗോള സീറോ വേസ്റ്റ് സിറ്റി പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ നഗരസഭ വർക്കല. അടുത്ത ക്വസ്റ്റ്യൻ: ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടുത്തെയാ? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥാപിതമായത് എവിടെയാ? തമിഴ്നാട്.
തമിഴ്നാടിലെ സമക്കൽ ജില്ലയിലാണ്. അപ്പോൾ തമിഴ്നാടിലെ സമക്കൽ ജില്ലയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് സ്ഥാപിതമായത്. ഏത് പ്രദേശമാണ് തമിഴ്നാട്ടിലെ? ജില്ല നമ്മൾ പറഞ്ഞു സമക്കൽ ജില്ല. പ്രദേശം കൊല്ലിമല. പ്രദേശം കൊല്ലിമലയാണ്. വനമേഖല ഏതാണ്? അയ്യൂർ ചോല റിസർവ് ഫോറസ്റ്റ് ആണ്. ഒന്നും കൂടി പറയാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഡാർക്ക് സ്കൈ പാർക്ക് എവിടെയാന്ന് ചോദിച്ചാൽ തമിഴ്നാട്. ഇനി തമിഴ്നാട്ടിലെ സമക്കലാണ് ജില്ല. പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ കൊല്ലിമല. ഇനി വനമേഖല ഏതാന്ന് ചോദിച്ചാൽ അയ്യൂർ ചോല റിസർവ് ഫോറസ്റ്റ് ആണ്. ഇന്നത്തെ കറന്റ് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നാളെ വീണ്ടും പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് കാണാം. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. നന്ദി.